ഇന്നത്തെ ഒരു വ്ളോഗൊന്നുമല്ല, പക്ഷേ ഒരു ചെറിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. സ്പിറ്റി റൈഡ് പ്ലാൻ ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തേരെ. ഏകദേശം 1000 കിലോമീറ്റർ ആണ് സ്പിറ്റി സർക്യൂട്ടിന്റെ നീളം. നമുക്കിത് 2 സ്ഥലത്ത് നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം, ഏത് ഫ്രം മണാലി ഓർ ഷിംല. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഷിംലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണാലിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടൽ ടണൽ വഴി ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ 6500 ഫീറ്റിൽ നിന്ന് 10000 ഫീറ്റിലേക്ക് കയറേണ്ടി വരും. അപ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം ഷിംലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡേ ബൈ ഡേ ആണ് ഓരോ ഹൈറ്റിലേക്ക് എത്തുന്നത്. ഇന്ന് നമുക്ക് 3 സ്ഥലത്തെ പറ്റിയാണ് പറയാനുള്ളത്: സാംഗ്ല, രച്ചം, ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജായ ചിത്കുൾ. എന്തുകൊണ്ടാണ് ഈ 3 വില്ലേജ് ഇത്ര സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്പിറ്റി റൈഡിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, അത്ര അടിപൊളിയാണ് ഈ 3 വില്ലേജുകളും കാണും. ഇനി ഇതിൻ്റെ റോഡ് മാപ്പ് ഒന്ന് പറഞ്ഞുതരാം. ഷിംലയിൽ നിന്ന് 200 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ കർച്ചത്തിലെത്താൻ പറ്റും. കർച്ചമാണ് ഇതിൻ്റെ ടേണിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് ഒരു മലയുടെ മേളിലേക്ക് എത്തുന്ന സ്ഥലങ്ങളാണ് ആദ്യം പറഞ്ഞ 3 വില്ലേജുകൾ. അവിടെ നിന്ന് കയറി വരുമ്പോൾ ഉള്ള ഫസ്റ്റ് വില്ലേജാണ് സാംഗ്ല. അതിനുശേഷമുള്ളത് രച്ചം, പിന്നെ ചിത്കുൾ. രച്ചത്തിൽ വേണം നിങ്ങൾ സ്റ്റേ എടുക്കാൻ. ഇതിനെപ്പറ്റി ഇത്രയും പറയാൻ കാരണം, ഞങ്ങൾക്കാകെ ഒറ്റ ദിവസമാണ് ഈ വില്ലേജുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കിട്ടിയത്. പക്ഷേ ഇങ്ങോട്ടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 ദിവസം നിങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നോക്കണം. കാരണം അത്രയും കാഴ്ചകളുണ്ട് അവിടെ കാണാനായിട്ട്. അപ്പോൾ ബാക്കി കഥ നാളെ.